നിർത്തണം. നീ ആരാടാ? യേശുദാസോ? ആരാടാ നിന്റെ കരിങ്കുഴലി? പോടാ എന്റെ മുമ്പെന്ന്. കേറി പോടാ അലവലാതി. ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ. ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി. ചെട്ടിത്തറ, ആഗസ്റ്റ് 31. ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയതായി അറിയുന്നു. ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്. ഇതുകൊണ്ട് കമ്പോസ് ചെയ്തോളൂ. ഇതൊക്കെ സത്യം തന്നെയാണോ സാറേ? പിന്നെ ഇങ്ങനൊക്കെ നടക്കൂ? എടോ, സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും, ചേട്ടൻ അനിയന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും. അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി, എന്റെ ഭാര്യ ആയാലും ശരി, സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടിയും പോകും അല്ലേ? ആ അതെങ്ങനാ ചെക്കാവുന്നേ? നല്ലോണം കണ്ണുപിടിച്ച് നോക്ക്. ഓ, ആനച്ചക്കാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. അത് പറ്റില്ല. ഈ കുതിരയെ പോലെ എങ്ങനെയാ മന്ത്രി ചാടുന്നേ? ചെസ്സിൽ അങ്ങനെയൊന്നുമില്ല. എങ്ങനെ വേണം മൂവ് ചെയ്യാൻ? അത് പറ്റില്ല. കള്ളക്കളി ഞാൻ സമ്മതിക്കില്ല. ശരി, കൈയ്യെടു. പുതിയൊരു മൂവ്മെന്റ് നടത്താം. ഇവൻ എന്തൊരു കള്ളനാന്നറിയോ? കണ്ണു തെറ്റിയ കള്ളക്കളി. ചേട്ടത്തി മോശമൊന്നും അല്ല. പ്രകാശ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ? ദിനേശേട്ടന് ചായ വേണോ? വേണ്ടി വന്നേക്കും. നിന്റെ ജോലിക്കാരിയൊക്കെ എന്തായി? ശ്രമിക്കുന്നുണ്ട്. ഉടനെ എങ്ങാനും കിട്ടുമോ? അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ. ബാബ ഹാർഡ്വെയർസിലെ സലാമിന് ഒരു 100 കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും. നീ എവിടെ സമരം ഉണ്ടാക്കിയല്ലേ? ഞാനൊന്നുമല്ല സമരം ഉണ്ടാക്കിയത്. പിന്നെ ഞാനോ? യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരക്ഷരം നീ മിണ്ടണ്ട. പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക്? ഓ, അതിന് പ്രത്യേക പ്രായമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ. ദേ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരൊക്കെ ഉണ്ട്. അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു. ഇതെന്തോന്ന് ജയിലോ? ജയിലിൽ പോലും ആളുകൾ പാടുമല്ലോ. എന്നാ നീ ജയിലിൽ പോയി പാടറാ. ആ, ഇങ്ങനെ പോയത് തന്നെ ജയിലിൽ കേറ്റ്. എന്ന് വെച്ചാൽ ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? നീ ഇവിടുന്ന് പോണം. ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക്? ഈ പറയുന്ന ആളാ നാണമില്ലാത്തത്. മൂക്കറ്റം കുടിച്ച് 4 ആളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ടാ. എന്നിട്ട് എന്നെ ഉപദേശിച്ച് ഇറങ്ങിയിരിക്കുന്നു. പ്രകാശ, കുടിയൻ, മുഴുക്കുടിയൻ. ചേട്ടാന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്ത് ചേട്ടാ എന്റെ തലേ കയറുന്നു? കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണോന്ന്. ഇവരെന്നെ കള്ളുകുടിയെന്ന് വിളിച്ചു. വിളിച്ചാൽ എന്താണോ തെറ്റ്? നീ കുടിച്ചിട്ടല്ലേ? കുടിച്ചങ്ങ് കുടിച്ചു. കുടിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിച്ചിട്ടില്ലേ? നിനക്കൊരു പെണ്ണിനെ കിട്ടിയപ്പോ കൂടപ്പിറപ്പുകളെ വേണ്ടതായില്ലടാ. ഇവളുടെ തലേണ മന്ത്രത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മേ, ശോഭയെ പറ്റി ഒരു അക്ഷരം പറയരുത്. അതേടാ, നിനക്കത് ഇഷ്ടപ്പെടത്തില്ല. നീ ഒരു പെങ്കോന്തനാ. അമ്മേ, എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സ്വന്തം ചേട്ടനെ കള്ളുകൂടിയെന്ന് വിളിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഓ, കാണാം. വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറുക? ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖവും കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്. ദിനേശേട്ടാ, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ അച്ഛനും അമ്മയോ ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല. ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടനും പ്രകാശനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു നോക്കി.
ആരോട്? എല്ലാരും ഇവിടുന്ന് പോയി ദിനേശ് ചേട്ടാ. അമ്മയും പ്രകാശനും തങ്കമണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തിയാട്ട. നീ കരയണ്ട. ഞാൻ അമ്മയെ പോയി വിളിക്കാം, ക്ഷമ ചോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല. വീട് അച്ഛൻ ചേട്ടന്റെ പേരിലാണല്ലോ എഴുതി വെച്ചത്. എന്റെ പേരിൽ പ്രസ് ഉള്ളപ്പോ ഞാൻ ഈ ബോംബെയിലും ഡൽഹിയിലും ഒന്നും പോയി അലയേണ്ട കാര്യമില്ല. ഇനി പ്രസിന്റെ കാര്യങ്ങളോർത്ത് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട. അയ്യോ, സിസ്റ്റർ, ഒരു കഷ്ണം കയറി കിട്ടോ? ആ വിറകൊന്ന് കിട്ടാനാ. ആ നോക്കട്ടെ. ഇത് മതിയോ? ധാരാളം. ഹസ്ബൻഡ് ഇല്ലേ? പ്രസി പോയിരിക്കുക. ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ. എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി. ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത്. ബാച്ചിലേഴ്സിലെ പാട് തന്നെ. വരട്ടെ പെങ്ങളെ. ആ. ഹേ മിസ്റ്റർ, താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയത്? ഏ? ഞാനില്ലാത്ത സമയം നോക്കി താനെന്തിനാ എന്റെ വീട്ടിൽ കയറിയതെന്നാ ചോദിച്ചത്. വിറക് കെട്ടാൻ ഒരു കയറ് ചോദിച്ച് കയറിയതാ. അപ്പൊ വിറക് ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത്? അത് പൊട്ടിപ്പോയതാണ്. ഹേ, എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറ് പൊട്ടി അല്ലേ? ആ പൊട്ടി. അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണമുണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ല. ഇയാൾ എവിടുത്തെ ആരണടാ? ഞാൻ ഇവിടുത്തുകാരൻ തന്നെടാ. താൻ കയറ് പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ അറിയാമടാ. വേലി ചേട്ടാ, തന്റെ വീട്ടിലെന്താ നിധി ഇരിക്കുന്നോ? ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഹിയല്ലടോ താൻ. എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ. എന്ത് ചെയ്യും? പിടിച്ച് വിഴുങ്ങോ? ശരിയാ, നിന്റെ ഭാര്യയെ കറക്കെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ കയറിയത്. അങ്ങനെ കറങ്ങുന്നവളല്ല എന്റെ ഭാര്യ. ഞാൻ നോക്കട്ടാ കറങ്ങുമെന്ന്. എടാ, നിന്നെ പോലെ ഒരു കുരങ്ങന്റെ കൂടെ ജീവിച്ച് അവൾക്ക് മടുത്ത് കാണും. എന്നെ പോലെ ഒരു സുന്ദരം ഒന്ന് ഞൊടിച്ചാൽ മതി, അവള് വേലി ചാടും. അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂടാ. എന്നാ നോക്കിക്കോ, ഇന്ന് മുതൽ 7 ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി എന്നല്ലടാ. എന്നാ നീ ചാവാൻ ഒരുക്കിക്കടാ. പോടാ കഴുത. സാർ, എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ. വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു. അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു. അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ.
ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ. അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ്. നല്ല ഉണ്ട്. നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അബലയല്ലേ സാർ? അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം. അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് തരൂ. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ തീരുമാനം എടുക്കാം. സാർ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ? എന്താ തന്റെ പേര്? തളത്തിൽ ദിനേശൻ. മോനെ ദിനേശ, ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ. അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയിട്, എന്നിട്ട് നേരെ അങ്ങോട്ട് വാ. ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞെ. അങ്ങനെ പറയരുത് സാർ. ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ്. എന്താണ് തന്റെയൊക്കെ വിചാരം? പോലീസുകാര് കൈക്കൂലി വാങ്ങാനോ? എടോ, തനിക്ക് പറ്റിങ്ങി അവനെ കൈയോടെ പിടിച്ചോണ്ട് പാടോ. പോട്ടെ, വീട്ടുകാവലിന് 2 പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ? ശോഭയും കാവൽ പോലീസും വേണ്ട സാർ, അത് ശരിയാവില്ല. അവളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത്. അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു. ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം. അപ്പൊ അവൻ വരും, വീട്ടിൽ കയറി പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയിക്കണം. ശോഭേ, ദിനേശേട്ട എപ്പോ വന്നു? ശോഭേ, 2 ദിവസത്തേക്ക് നീ ഈ വീട്ടിൽ തനിച്ചായിരിക്കും. തനിച്ചോ? ഞാനോ? അയ്യോ, ഞാൻ പേടിച്ച് ചത്തുപോകും. എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ. പുതിയൊരു പ്രസ് തുടങ്ങണം. ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട്. പുതിയ പ്രസോ? ഉം. ഇപ്പോഴുള്ള